ശ്രീമതി രമ, നേരത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തിൻ്റെ ഭാഗമായി TP വധക്കേസ് പ്രതികളെ പുറത്തിറക്കാനുള്ള ഹീന ശ്രമം നടന്നു. അത് വളരെ ഒതുക്കത്തിലങ്ങ് നടത്തിയെടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി ശ്രീമതി രമയുടെ അടുത്ത് പോലീസിന് എത്തേണ്ടി വന്നതുകൊണ്ട് അത് പുറത്തറിഞ്ഞു. അതിൽ 4 പ്രധാനപ്പെട്ട പ്രതികളുണ്ടായിരുന്നു, കൊടിസുനി ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും. ആ ശ്രമം പരാജയപ്പെട്ടിട്ടും ഈ പ്രതികളെ എങ്ങനെയെങ്കിലുമൊക്കെ ജയിലിന് പുറത്തെത്തിക്കാനുള്ള നീക്കങ്ങൾ തുടരുകയാണോ? അന്ന് TK രജീഷും മുഹമ്മദ് ഷാഫിയും അണ്ണൻ സുജിത്തും ട്രൗസർ മനോജും ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ കൊടിസുനിയെ 30 ദിവസത്തേക്ക് അസാധാരണമാം വിധം പരോളിൽ ഇറക്കി അവർ കൂറു കാണിക്കുകയാണോ? നോക്കൂ വിനു, ഇത് 2012 TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിന് ശേഷം 2014 പ്രതികളെ ശിക്ഷിച്ചതു മുതൽ, അല്ലെങ്കിൽ അന്ന് മുതൽക്ക് ഈ TP കേസിലെ പ്രതികൾക്ക് വേണ്ടി എല്ലാ സംരക്ഷണവും CPM-ഉം കേരളത്തിലെ ഭരണകൂടവും നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും, വഴിവിട്ട എല്ലാ സഹായങ്ങളും ജയിലിനുള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പല തവണ നാം ചർച്ച ചെയ്തതാണ്. അവർക്ക് ഫോൺ ഉപയോഗിക്കാം, അവർക്ക് ജയിലിൽ നിന്ന് കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നടത്താം, അവർക്ക് കഞ്ചാവ് ഉപയോഗിക്കാം, അവർക്ക് മദ്യം ഉപയോഗിക്കാം, ഒരു പ്രശ്നവുമില്ല. അവർക്ക് ജയിലിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കൊടിസുനി പുറത്തു വന്ന സമയങ്ങളിലൊക്കെ അകപ്പെട്ട കേസുകളുടെ എണ്ണം ഏകദേശം 12ഓളം കേസുകൾ, ക്രിമിനൽ കേസുകൾ കൊടിസുനിയുടെ പേരിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ പ്രൊഡക്ഷൻ വാറണ്ടുള്ള കേസ് വരെയുണ്ട് കൊടിസുനിയുടെ പേരിൽ. അങ്ങനെ നിലനിൽക്കുമ്പോൾ ആ പ്രതിക്ക് എങ്ങനെയാണ് ഈ രൂപത്തിൽ ഒരു 30 ദിവസത്തെ പരോൾ അനുവദിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്ത് താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ്, എന്ത് ഗൂഢാലോചനയാണ് ഇതിനകത്ത് നടക്കുന്നത്, എന്ത് ദുരുദ്ദേശമാണ് ഈ സമയത്ത് ഇപ്പോൾ ഈ ഒരു പരോൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് വളരെ സംശയമുണ്ടാക്കുന്നതാണ്. അത്തരത്തിൽ ഒരു പ്രശ്നവും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കാര്യവും ഈ സുനിക്ക് അനുവദിച്ചുകൂടാ എന്നുള്ളത്, അല്ലെങ്കിൽ ഈ കൊടിസുനി ഉൾപ്പെടെയുള്ള ഈ പ്രതികൾക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ മാസം 2 മാസം മുന്നേ ഇരട്ട ജീവപര്യന്തമാണ് കൊടുത്തിരിക്കുന്നത്. ഇരട്ട ജീവപര്യന്തം കൊടുത്ത് അതികഠിനമായ ശിക്ഷ കൊടുത്ത ഈ പ്രതികൾ പുറത്തിറങ്ങിയതിന് ശേഷം നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഇവരുടെ പരോളും മറ്റു കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കുന്നത്. പക്ഷേ TP കേസിലെ പ്രതികൾ യഥേഷ്ടം ഇപ്പോഴും പുറത്താണ്. എല്ലാവരും ഓരോ സമയത്ത് ഓരോ ആളുകൾ പുറത്തുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വിനു. അതിപ്പോൾ മാത്രമല്ല, ഇപ്പോൾ മുഹമ്മദ് ഷാഫിയൊക്കെ പലതവണ ഇപ്പോൾ 1 മാസമായിട്ടേ ഉള്ളൂ തോന്നുന്നു മുഹമ്മദ് ഷാഫി തിരിച്ചു പോയിട്ട്. എത്ര ദിവസം നാട്ടിലുണ്ട്, എന്താണ് ഇവർ നടത്തുന്നത് എന്നൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ മാസം താങ്കൾ സൂചിപ്പിച്ചതുപോലെ 4 പ്രതികളെയാണ് വിട്ടയക്കാൻ വേണ്ടിയിട്ടുള്ള 56 പ്രതികളുടെ ലിസ്റ്റിൽ ഒരു തരം റെമിഷനും അനുവദിക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റ് നിലനിൽക്കെയാണ് 56 പ്രതികളുടെ കൂട്ടത്തിൽ 4 TP കേസിലെ പ്രതികളെ ഉൾപ്പെടുത്തിയത്. അത് എങ്ങനെയൊക്കെയോ അത് പുറത്തു വന്നതിൻ്റെ ഭാഗമായിട്ട് അത് തൽക്കാലം മരവിച്ചു. പക്ഷേ അവിടെ ചെയ്ത ഒരു കാര്യം ഇപ്പോഴുമുള്ളത്, ആ പ്രതികൾ ഈ പ്രതിപ്പട്ടിയിൽ എങ്ങനെ ഈ കേസിലെ ഈ ജീവപര്യന്തം തടവിന് അല്ലെങ്കിൽ റെമിഷൻ പാടില്ല എന്ന് പറഞ്ഞ ഈ പ്രതികൾ എങ്ങനെ വന്നു എന്നതല്ല സർക്കാരിന് വിഷയം. അത് അന്വേഷിച്ചിട്ടില്ല. എങ്ങനെയാണ് ഈ ലിസ്റ്റ് വന്നത്, ആരാണ് ഈ ലിസ്റ്റ് ഉൾപ്പെടുത്തിയത് എന്നതിനെ സംബന്ധിച്ച് സർക്കാരിന് ഒരു അന്വേഷണവും വേണ്ട. അന്വേഷണം മുഴുവൻ എങ്ങനെയായിരുന്നു, ഇതെങ്ങനെ പുറത്തുപോയി, ഈ ലിസ്റ്റ് എങ്ങനെ പുറത്തുപോയി, എങ്ങനെ മാധ്യമങ്ങൾക്ക് കിട്ടി, ഇതെങ്ങനെ പുറം ലോകം അറിഞ്ഞു എന്നത് കേന്ദ്രീകരിച്ചാണ് പോലീസും ജയിൽ വകുപ്പും അന്വേഷണം നടത്തിയത്. അതിൻ്റെ ഭാഗമായി ജയിൽ അധികാരികൾക്കെതിരെ നടപടി സ്വീകരിച്ചു. അത് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റി, അവരെ മറ്റു ജില്ലകളിലേക്ക് സ്ഥലം മാറ്റി. അപ്പോഴും സർക്കാരിൻ്റെ വിഷയം ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതല്ല, പക്ഷേ ഇത് പുറത്തുപോയത് മാത്രമായിരുന്നു വിഷയം. ഇപ്പോൾ 56 പേരുടെ ലിസ്റ്റ് മരവിച്ചിരിക്കുകയാണ്. TP കേസിലെ പ്രതികളില്ലാത്തത് കൊണ്ട് ആരെയും വിട്ടയച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ലിസ്റ്റെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അതിൻ്റെ മറവിൽ ഈ പ്രതികളെ രക്ഷപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു സർക്കാരിൻ്റെ മുന്നിലുണ്ടായിരുന്ന അജണ്ട. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ കേസിലോ പ്രതികളോടുള്ള വിധേയത്വം പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭരിക്കുന്ന കക്ഷി അതിനകത്ത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, കേരളത്തിലെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആൾ അറിയാതെ
ഇതുപോലെ കാര്യങ്ങൾ കേരളത്തിൽ നടക്കുമോ? ഇപ്പോൾ 30 ദിവസത്തെ പരോൾ കൊടുത്തിരിക്കുന്നു. എന്തടിസ്ഥാനത്തിലാണ് 30 ദിവസം കൊടുത്തിരിക്കുന്നത്? മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ DGP നേരിട്ടാണ് പരോൾ അനുവദിച്ചത്. പരോൾ അനുവദിക്കുന്നതിന് കുറേ ചട്ടങ്ങളില്ലേ, നിയമങ്ങളില്ലേ? അതൊക്കെ ഇവിടെ പാലിച്ചിട്ടുണ്ടോ? പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് തേടിയോ? ലോക്കൽ പോലീസിൻ്റെ റിപ്പോർട്ട് തേടിയോ? ഇതൊന്നും എടുക്കാതെ എന്ത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പ്രതിക്ക് പരോൾ അനുവദിച്ചത്? ഈ പ്രതിയെ, കൊടിസുനിയെ വിയ്യൂർ ജയിലിൽ നിന്ന് തവനൂർ ജയിലിലേക്ക് മാറ്റിയതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം. അവിടുത്തെ ജയിൽ വാർഡർമാരെ ക്രൂരമായി മർദ്ദിച്ച് വലിയ പ്രശ്നമുണ്ടാക്കിയപ്പോഴാണ് ഈ പ്രതിയെ തവനൂർ ജയിലിലേക്ക് മാറ്റിയത്. അങ്ങനെ ഒരാളെയാണ് ഇപ്പോൾ 30 ദിവസത്തേക്ക് വിട്ടയക്കാനുള്ള തീരുമാനം എന്ന് പറയുന്നത് അസാധാരണമാണ്. അതിനകത്ത് എന്ത് ആലോചനയാണ് നടന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്കൊക്കെ സംശയമുണ്ട് വിനു. വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഈ കാര്യത്തിൽ. ഇപ്പോഴും എന്താണ് സർക്കാർ ഈ കാര്യത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്? അതൊന്നും വെറുതെയാണ് എന്നൊന്നും ഞാൻ അതിനകത്ത് കാണുന്നില്ല. അതൊരു അമ്മയുടെ റിക്വസ്റ്റിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണ് എന്നും, അമ്മയ്ക്ക് മനുഷ്യാവകാശത്തിൻ്റെ പേരിൽ സ്വാഭാവികമായിട്ടും ഒരമ്മയ്ക്ക് മകനെ കാണാനുള്ള അവകാശമുണ്ട്. ആ അവകാശം അദ്ദേഹത്തിന് ഉന്നയിക്കാം. അതുപോലെ തന്നെ ഈ മകനും കുറ്റവാളിയാണെങ്കിലും ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർക്കും പരോളിന് എല്ലാം അവകാശങ്ങളുണ്ട്. അതിനൊക്കെ ചില നിയമങ്ങളുണ്ട്. അതിനൊക്കെ ആ നിയമത്തിനനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ. പക്ഷേ TP കേസിലെ പ്രതികളെ സംബന്ധിച്ച് ഈ നിയമങ്ങളൊന്നും ബാധകമല്ല. ആ നിയമങ്ങളെല്ലാം അസ്ഥാനത്ത്. ഇവിടെ നിയമം തീരുമാനിക്കുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്, ജയിൽ വകുപ്പ് ഭരിക്കുന്ന ഭരണാധികാരികളാണ്, വകുപ്പ് മേധാവിയാണ്. എങ്ങനെയാണ് ഒരു മേധാവിക്ക് ഡയറക്റ്റ് ഇതുപോലെ കൊടുക്കാൻ സാധിക്കുന്നത്? വളരെ ദുരൂഹമാണ് ഈ വിഷയങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ അതിശക്തമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് തീരുമാനിക്കുന്നത്. നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള നീക്കമാണ്. ആ തരത്തിൽ തന്നെ മുന്നോട്ട് പോകും ഈ വിഷയത്തിൽ. ശ്രീമതി രമ, പോലീസിൻ്റെ റിപ്പോർട്ട് തേടിയാൽ കൊടിസുനിയുടെ കാര്യത്തിൽ അനുകൂലമായ റിപ്പോർട്ട് കൊടുക്കാൻ പോലീസിന് കഴിയില്ല. കാരണം ജയിലിനകത്തും പുറത്തും ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളാണ്, ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടും. അങ്ങനെ ഒരാൾക്ക് അനുകൂലമായി അയാളെ പരോളിൽ വിടാമെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് റിപ്പോർട്ട് കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ ഇരിക്കെ ഈ പോലീസ് റിപ്പോർട്ടൊന്നും തേടാതെ ഈ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഒരു ഉത്തരവിൻ്റെ മറവിൽ, അതിലൊന്നും പറഞ്ഞിട്ടില്ല, അത് ഉത്തരവെന്ന് തന്നെ വിളിക്കാമോ എന്നറിയില്ല, അവർക്കൊരവകാശവുമില്ല ശുപാർശ ചെയ്യാനോ ഇതിലിടപെടാനോ എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്നിട്ടും അതിൻ്റെ മറവിൽ പോലീസ് റിപ്പോർട്ട് തേടാതെ ജയിൽ മേധാവി വളരെ പെട്ടെന്ന് 30 ദിവസത്തെ പരോൾ കൊടുത്തത് നിയമപരമായി തന്നെ ചോദ്യം ചെയ്യാവുന്നതാണോ? അങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ വക്കീലുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൻ്റെ മറ്റു വശങ്ങൾ, അതിൻ്റെ ഈ ഒരു കോപ്പി കിട്ടണം, മറ്റു കാര്യങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരോൾ കൊടുത്തത് എന്നതിനെ സംബന്ധിച്ച് മറ്റ് ഡീറ്റെയിൽസുകളൊക്കെ കിട്ടണം. അപ്പോൾ അത് കഴിയും എന്നാണ് ഉള്ള പ്രതീക്ഷയാണ് വക്കീൽ സംസാരിച്ചത്. ഏതായാലും ആ തരത്തിൽ മുന്നോട്ട് പോകാം വിനു. അങ്ങനെ തന്നെയാണല്ലേ, നമുക്ക് നിയമത്തെ ആശ്രയിക്കുക മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ജയിലിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ദുരൂഹമാണ് വിനു. ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ണൂർ ജയിലിൽ അവിടുന്ന് പരോളിൽ ഇറങ്ങിയ ഒരു പ്രതി ആത്മഹത്യ ചെയ്തിരുന്നു. നമ്മൾ മീഡിയാസൊന്നും നിങ്ങളൊന്നും വാർത്തയാക്കിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് കിട്ടിയ ഒരു വിവരങ്ങൾ, ഒരു വിജീഷ് എന്നോ മറ്റോ പേരെന്ന് ഞാൻ വിചാരിക്കുന്നു, ഒരു 2 ആഴ്ച മുന്നെയാണ്. ആ പ്രതി ആത്മഹത്യ ചെയ്തതിൽ ഒരുപാട് സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആളുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജയിലിലായിരുന്നു. കണ്ണൂർ ജയിൽ ഭരിക്കുന്നത് TP കേസിലെ പ്രതികളാണ്. ആ TP കേസിലെ പ്രതികളുടെ ഭരണത്തിൻ്റെ ഭാഗമായിട്ട് ഇയാൾ കേൾക്കുന്ന മാനസിക ശാരീരികമായുള്ള ഒരുപാട് ബുദ്ധിമുട്ടിൻ്റെ അതുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരാഘാതം ത്തിലെ കൂടി ഭാഗമായിട്ടാണ് എന്നുള്ളത്. അതിലൊരു ദുരൂഹമായ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത്. ഇത്തരം കുറേ സംഗതികളൊക്കെ ഇതിനകത്ത് നടത്തുന്നുണ്ട്. ആര് പരിശോധിക്കുന്നുണ്ട്? ഏതെങ്കിലും തരത്തിൽ പരിശോധന നടത്തുന്നു? എന്താണ് ഇവർക്ക് ഇതിനകത്തൊക്കെ നടക്കുന്ന കാര്യങ്ങൾ? എങ്ങനെയാണ് ജയിലിലെ ഭരണ സംവിധാനങ്ങൾ ഇതിനകത്തുള്ള കാര്യങ്ങൾ പോകുന്നത്? ഈ കേസിലല്ലാതെ മറ്റ് പലതരത്തിലും പല അന്തേവാസികളും ഇത്തരം ജയിലുകളിലൊക്കെ ഉണ്ടാകും. അവിടെ കഴിയുന്ന ഈ അന്തേവാസികളുടെയൊക്കെ സുരക്ഷിതത്വവും ഈ പ്രതികളെ പേടിച്ച് അതിനകത്ത് കഴിയേണ്ടി വരുന്നു, അവരുടെ ഭരണത്തിൻ്റെ കീഴിൽ നിൽക്കേണ്ടി വരുന്നു എന്നൊരവസ്ഥ. ഈ ജയിലുകളിലുള്ള ഇത്തരം പ്രശ്നങ്ങളൊക്കെ വലിയ ഗുരുതരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ എവിടെയെങ്കിലും അന്വേഷിക്കപ്പെടുന്നുണ്ടോ? ആരെങ്കിലും നോക്കുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ? ഈ DGP ഇത്തരം വിഷയങ്ങൾ ഇപ്പം പരോൾ കൊടുക്കാനൊക്കെ നോക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം.
എന്താണ് ജയിലിൽ നടക്കുന്ന സ്ഥിതി എന്നൊക്കെ. ഞങ്ങളൊക്കെ അറിഞ്ഞിടത്തോളം ഒരുപാട് ആളുകൾ അതിനകത്ത് എന്ന് ചിലപ്പോൾ പരോളിലൊക്കെ ഇറങ്ങി വന്നിട്ട് വളരെ ദയനീയമായിട്ട് നമ്മളെയൊക്കെ വിളിക്കാറുണ്ട്. അവർക്കൊന്നും പറയാൻ പേടിയാണ്. പറഞ്ഞാൽ പിറ്റേ ദിവസം അവർക്ക് ജീവൻ ഉണ്ടാവില്ല. ഈ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ അതിലൊക്കെ ഒന്ന് ഇടപെടണം. അവിടെയൊക്കെയുള്ള ഈ മറ്റു ആളുകൾക്ക് അനുഭവിക്കുന്ന ഇത്തരം മനുഷ്യത്വ രഹിതമായ മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ, ഒരു മനുഷ്യനായിട്ട് പോലും അതിനകത്ത് ജീവിക്കാൻ കഴിയാത്ത ഇത്തരം ക്രിമിനലുകളുടെ ഭരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ അന്തേവാസികൾ മാത്രമല്ല, അതിനകത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ അതിനകത്തുള്ള ജീവനക്കാർ, ജയിൽ ജീവനക്കാർ ഇവരെ പേടിച്ച് നിൽക്കുന്ന ജീവനക്കാർ അതിനകത്തുണ്ട്. അവരുടെ ഭരണമാണ് പലയിടത്തും നടക്കുന്നത്. അപ്പോൾ TP കേസിലെ അതെന്തുകൊണ്ട് കിട്ടുന്നു? ഈ പ്രതികൾക്ക് സർക്കാരിൻ്റെ സംരക്ഷണമുണ്ട്, ഈ പ്രതികൾക്ക് CPM-ന്റെ സംരക്ഷണമുണ്ട്, ഉന്നത നേതൃത്വത്തിൻ്റെ സംരക്ഷണമുണ്ട്. അതുകൊണ്ട് എന്തുമാകാം എന്ന അവസ്ഥയാണ് ഈ തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒക്കേറെ സംഭവം. അതുകൊണ്ട് സുനിക്ക് കിട്ടിയ ഈ പരോൾ തീർച്ചയായിട്ടും നമുക്കൊന്നൊരു അത്ഭുതമില്ല. ഈ പ്രതികളെ ഏത് തരത്തിലും ഒരുപക്ഷെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ഇല്ലായിരുന്നെങ്കിൽ, ജഡ്ജ്മെന്റ്, ആ കേസ് അപ്പീൽ ഇതിനകത്തൊരു വിധി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവരെല്ലാം പുറത്തിറങ്ങി നടന്നിട്ടുണ്ടാകുമായിരുന്നു. ഒരു സംശയം വേണ്ട. ഈ ഭരണം കഴിയുന്നതിന് മുന്നേ ഈ പ്രതികൾക്ക് പരമാവധി ആനുകൂല്യങ്ങൾ കൊടുത്ത് അവരെ സംരക്ഷിച്ച് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് അവർക്ക് തോന്നലുണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അവർ പറയാൻ പോകുന്ന സത്യങ്ങൾ എന്തായിരിക്കുമെന്ന് ഇവിടെ ഭരിക്കുന്ന ആളുകൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് ഫേവറായിട്ടുള്ള കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനിയും നടത്തും എന്ന് തന്നെ നമുക്കറിയാം ബിനു ഈ കാര്യത്തിൽ. അതുകൊണ്ട് നമുക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് നമുക്ക് മുന്നിലുള്ള ഇപ്പോഴുള്ള മാർഗം. പെരിയ ഇരട്ടക്കൊലക്കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയതിന് പിന്നാലെ ഉന്നതരായ CPI നേതാക്കൾ പറയുന്നത് ഇതിനും മുകളിൽ കോടതി ഉണ്ടെന്നാണ്. എത്ര നിഷ്ഠൂരമായ കൊലപാതകമായിരുന്നു! 23ഉം 19ഉം വയസ്സുള്ള 2 നല്ല ചെറുപ്പക്കാരെയാണ് ഇല്ലാതാക്കിയത്. ആ കേസിൽ പാർട്ടിയുടെ മുൻ MLA, പാർട്ടിയുടെ മുൻ ഏരിയ സെക്രട്ടറി, പാർട്ടിയുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായ നേതാവ് അടക്കം ആളുകൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുമ്പോൾ അതിനും മുകളിൽ കോടതി ഉണ്ട് എന്ന് ഒരാൾ പറയുന്നു. LDF കൺവീനറായ ആൾ പറയുന്നത് ഈ MLA അടക്കം ഉദ്ദേശിച്ചാണ് അവർക്ക് ഇനിയും നിയമവഴികൾ തേടാം എന്ന് പറയുന്നത്. എത്ര നിഷ്ഠൂരമായ കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിലും ഇങ്ങനെ കൊലയാളികൾക്ക് വേണ്ടി വാദിക്കാൻ ഇവർക്ക് മടിയില്ലാതാവുന്നത് എന്തുകൊണ്ടാണ്? കൊല ആസൂത്രണം ചെയ്യുകയും രാഷ്ട്രീയ എതിരാളികളെയൊക്കെ ഏതുവിധയും അവസാനിപ്പിക്കുകയും ചെയ്യുന്ന നയവുമായിട്ട് പോകുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് മറ്റ് എന്തെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അതാണല്ലോ ഈ പെരിയ കൊലക്കേസിലെ വിധി വന്ന ദിവസം നമ്മൾ കണ്ടത്. വിധി വന്ന ദിവസം മാത്രമല്ല വിനു, അതിൻ്റെ മുന്നേ ഈ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ പോയപ്പോൾ കേരളത്തിലെ പൊതുഖജനാവിൽ നിന്നാണ് ഏകദേശം 99 ലക്ഷത്തിലധികം രൂപ മുടക്കി CBI വരരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് ഏറ്റവും ഉയർന്ന അഭിഭാഷകരെ കൊണ്ടുവന്ന് കേസ് വാദിച്ചത്. എന്തിനാണത്? CPM-ന്റെ ആളുകളാണ്, നേതാക്കന്മാർ ഇതിനകത്ത് ഉണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് അവരാസൂത്രണം. അതെ, 1.25 കോടി രൂപയോളം കേരളത്തിലെ നമ്മളൊക്കെ കൊടുക്കുന്ന നികുതിപ്പണം ഉപയോഗിച്ച് ഈ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, കൊലയാളികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ. അപ്പോൾ അതെന്തിനാണത്? CPM-ന്റെ ആളുകൾ ആണ് ഇതിനകത്ത് CBI വന്നു കഴിഞ്ഞാൽ കേസ് ആ രൂപത്തിൽ മുന്നോട്ട് പോയാൽ വരിക എന്ന് വളരെ വ്യക്തമായി ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ ചെയ്തത്. അതാണ് ഇപ്പോൾ ഏറ്റവും അവസാനം തെളിഞ്ഞതും. ഇനിയും അവർ അപ്പീൽ കോടതിയിലേക്ക് പോകും, മേൽക്കോടതിയിലേക്ക് പോകും, കേരളത്തിലെ പൊതു ഖജനാവിലെ പണം മുടക്കി തന്നെ ഇനി പോകും എന്ന ധാർഷ്ട്യം, ഈ അഹങ്കാരം, ഈ ധിക്കാരം, ഭരണത്തിൻ്റെ ഈ ധിക്കാരത്തിൽ എന്തും നടത്താമെന്നുള്ളതാണ്. അതിനൊക്കെ തിരിച്ചടി കൊടുക്കാൻ കേരളത്തിലെ ജനം ഇനിയും തയ്യാറായിട്ടില്ലെങ്കിൽ ഇത് ഇനിയും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഇനി ഉണ്ടാകുക. ഈ അധികാരം കൊണ്ട് ആളുകൾക്ക് എന്താ പറയുക, കണ്ണ് കാണാൻ പറ്റില്ല എന്ന് പറയൂലേ, അത് നമ്മൾ തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭരണത്തിലാണ്. ഇവരെല്ലായിടത്തും അതാണ്. അധികാരത്തിന് മുമ്പിൽ ഏത് സ്ഥലത്ത് പോയാലും പല ആളുകളും പല രൂപത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു പഞ്ചായത്ത് ഓഫീസിലായാലും മറ്റേത് ഘടകങ്ങളിലായാലും അത്തരത്തിലുള്ള അധികാരത്തിൻ്റെ വലിയ തോതിലുള്ള നീക്കങ്ങൾ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അധികാരത്തിൽ അഹന്തയാണ് തീർച്ചയായിട്ടും ഈ സർക്കാരിനെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള പ്രതികരണങ്ങളാണ് ഈ ഒരു ലജ്ജയുമില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും തുറന്നു പറയാൻ തയ്യാറാണ്, ഞങ്ങൾ ഈ പ്രതികളെ സംരക്ഷിക്കില്ല, ഇത്തരം ക്രിമിനൽ പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കില്ല എന്ന് പറയാനുള്ള
ആർജവം എന്ന് ഈ പാർട്ടി കാണിക്കും എന്നാണ് നമ്മൾ ധരിക്കേണ്ടത്. എനിക്കതൊരു പ്രതീക്ഷയില്ല. നിലവിലുള്ള ഈ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് എന്ന് തന്നെ ശ്രീമതി രമ കരുതുന്നുണ്ടോ? അല്ല, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയാതെ DGPക്ക് സ്വയം ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുമോ? അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുമോ? പ്രത്യേകിച്ചും ഇത്തരം സെൻസിറ്റീവായ നിർണായകമായി പൊതുസമൂഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറെ പ്രശ്നമുണ്ടാകും എന്ന് ഉള്ള ഒരു കേസിൽ ഒരു DGPക്ക് സ്വയമേവ തീരുമാനമെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ആഭ്യന്തര വകുപ്പിനോട് സംസാരിക്കാതെ, ആഭ്യന്തര വകുപ്പ് പറയാതെ, ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി, കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയാതെ നടക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. അത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്, അത് നേരിട്ട് തന്നെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അത് തന്നെയാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.